ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിസിറ്റ് മൈ ഡ്രീം വേൾഡ്. ഞാൻ നിങ്ങളുടെ ജിഷ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്, എൻ്റെ കയ്യിൽ പഴയൊരു ഫെവിക്കോൾ ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യാനെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ഫെവിക്കോൾ ബോട്ടിലുള്ള ഒരു ചെറിയൊരു ബോട്ടിൽ ആർട്ടാണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഞാൻ ഫെവിക്കോൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസ് കോട്ടായിട്ട് ബ്ലാക്ക് കളറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ക്ലേ ഉപയോഗിച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ്. ഞാനിവിടെ റോസ് ഫ്ലവറാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഹോം മെയ്ഡ് ക്ലേ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പുറത്തുനിന്ന് വാങ്ങിച്ച ക്ലേ അല്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ക്ലേ വളരെ എളുപ്പം വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് ഞാനത് കാർട്ടിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ക്ലേയെ കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ കൈകൾ കൊണ്ട് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഫസ്റ്റ് ഒരു സെക്ഷൻ എടുത്ത് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. സെക്കൻഡ്, മുമ്പിലത്തെ പോലെ അത്ര പരത്തണ്ട, അത്ര നീളത്തിൽ പരത്തണ്ട. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് പരത്തി മുൻപ് ചുരുട്ടി വെച്ച ഭാഗത്തിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. പശയുടെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്ക് ഓരോരോ ഇതളുകൾ നമുക്ക് എത്ര വലിപ്പം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതളുകൾ ഉണ്ടാക്കി ഇതുപോലെ ചെയ്തു കൊടുക്കാം. ഫ്ലവർ ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിനി ആവശ്യം ലീവ്സ് ആണ്. അപ്പോൾ ഇലകൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചെറിയൊരു ബോൾ ഉണ്ടാക്കിയതിന് ശേഷം ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. നല്ലോണം പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പറിലെ ലീവ്സിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഷേപ്പിന് ഒരു ബ്ലൈഡ് ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി തന്നെ വരഞ്ഞ് എടുക്കാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനതിനെ ലൈറ്റായിട്ടൊന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ലീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ സെൻറ്ററിലൂടെയും സൈഡിലൂടെയൊക്കെ വരകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനായിട്ടാണ് ഞാനിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ഫസ്റ്റ് അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം ഇതുപോലെ ലൈറ്റായിട്ട് വരകൾ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പൂവായി, ഇലകളായി. ഇനി നമുക്ക് ആവശ്യം ചെടിയുടെ തണ്ടുകളാണ്. അതിനായിട്ട് ഇതുപോലെ കുറച്ച് ക്ലേ എടുത്തതിന് ശേഷം ഉരുട്ടി നമുക്ക് തണ്ടുകൾ ഉണ്ടാക്കാം. തണ്ടുകൾ റെഡിയായി. ഇനി അത് നമുക്ക് ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിന്. ചെടികളാവുമ്പോൾ അറിയാമല്ലോ, വള്ളികൾ വളഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതേ ഷേപ്പിന് നമുക്ക് ആദ്യം പശ കൊണ്ട് വരഞ്ഞതിന് ശേഷം ഇതുപോലെ സ്റ്റെം ആദ്യം ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇതുപോലെ ഇലകൾ ഒട്ടിച്ചു കൊടുക്കാം. പൂക്കളും ഒട്ടിച്ചു കൊടുക്കാം. മുൻപേ പറഞ്ഞല്ലോ ഞാൻ ഹോം മെയ്ഡ് ക്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ കളർ മിക്സ് ചെയ്തിട്ടുള്ള ക്ലേ ആണ് ഫ്ലവേഴ്സൊക്കെ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു ഗ്രീൻ കളറ്, ഞാനിവിടെ ഫാബ്രിക് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. അപ്പോൾ സ്റ്റെമ്മിനും ലീഫിനും ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കളർ മിക്സ് ചെയ്യാതെ ഉണ്ടാക്കിയ ഫ്ലവേഴ്സിന് ഇതുപോലെ നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്ത് നോക്കണം. ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡിയായി. നമ്മൾ ഒരു ഉപയോഗവും ഇല്ലാതെ വലിച്ചെറിയാനായിട്ട് വെച്ചിരുന്ന ബോട്ടിലായിരുന്നു. ഇപ്പോൾ എന്ത് ഭംഗിയായെന്ന് കണ്ടില്ലേ?
താങ്ക്സ് ഫോർ വാച്ചിങ്.